നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ജ്ഞാനപ്പാന അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച വരികളിൽ കവി പറഞ്ഞിരിക്കുന്നത്, അർത്ഥവത്തായ പുരുഷാർത്ഥം മോക്ഷമാണെന്നൊരിക്കെ ഭൗതികമായ സമ്പത്തായ ധനത്തിന് പിറകെ മനുഷ്യൻ എന്തിനാണ് പോകുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് കവി നിർത്തിയത്. അടുത്ത വരികളിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി, മിത്രങ്ങൾ നമുക്കെത്ര ശിവ ശിവ, വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. ഇതുമൊരു ചോദ്യം തന്നെയാണ്. സാക്ഷാൽ ഭഗവാനായ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ മക്കളായി വേറെ ഉണ്ണികൾ എന്തിനാണ്? വിഷ്ണുഭക്തന്മാരായി ഭുവനത്തിൽ എത്രയെത്ര പേരുണ്ട്, അവരെയെല്ലാം നമ്മുടെ മിത്രങ്ങളാക്കി കണക്കാക്കാമല്ലോ എന്നാണ് കവി പറയുന്നത്. പൂന്താനത്തിന് സ്വന്തം ഉണ്ണിയെ നഷ്ടപ്പെട്ടുവെന്നും അതിൽ പിന്നെ അദ്ദേഹം ഉണ്ണികൃഷ്ണനെ തന്നെയായിരുന്നു തൻ്റെ സ്വന്തം ഉണ്ണിയായി കണക്കാക്കിയതെന്നുമുള്ള ആണ് നമ്മുടെ ഐതിഹ്യം, നമ്മുടെ ഭക്തകവി പൂന്താനത്തിനെ പറ്റിയുള്ള ഐതിഹ്യം. അദ്ദേഹം ഭഗവാനെ, കൃഷ്ണനെ സ്വന്തം ഉണ്ണി എന്ന് പറഞ്ഞാൽ മകൻ, കുട്ടി, സ്വന്തം ഉണ്ണിയായി മനസ്സിൽ കരുതിയാണ് പിന്നീടുള്ള കാലങ്ങളിൽ ജീവിച്ചത്. അതാണ് സ്വന്തം കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണൻ ഉണ്ണിയായി മനസ്സിലുള്ളപ്പോൾ, മനസ്സിൽ കളിക്കുമ്പോൾ പിന്നെ എന്തിനാണ് വേറെ മക്കൾ എന്തിനാണ് എന്ന് ചോദിക്കുന്നത്. ഈ ഭുവനത്തിൽ വേറെ വിഷ്ണു ഭക്തന്മാരെ ആയിട്ട് എത്രയോ ആൾക്കാരുണ്ട്, അവരെയെല്ലാം നമുക്ക് മിത്രങ്ങളായി കണക്കാക്കിയാൽ പോരെ എന്നാണ് കവി ചോദിക്കുന്നത്. വളരെ വിശദീകരിക്കാനൊന്നുമില്ല. മനസ്സിൽ കൃഷ്ണനുള്ളപ്പോൾ, അത് ഉണ്ണിയുടെ രൂപത്തിൽ ഉണ്ണികൃഷ്ണൻ മനസ്സിലുള്ളപ്പോൾ വേറെ എന്തിനാണ് നമുക്ക് മക്കൾ വേണ്ടത്? മക്കളായി വേറെ ഉണ്ണികൾ എന്തിനു വേണം എന്നാണ് കവി ചോദിക്കുന്നത്. എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വരികളുമായി അടുത്ത ദിവസം നമുക്ക് കാണാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ സന്തോഷപൂർണ്ണമായ ദിവസത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ശുഭസുദിനം.